നല്ല സിനിമയാണ്. നവാസ്കെ കൂട്ടുകാരനാണ്. നവാസ്കെ ഫ്രണ്ട്. നവാസ്കെ ഗംഭീര പെർഫോമൻസ് ആണ്. നവാസ്കെ ലാഭവന്റെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്. വൈഫ് അഭിനയിച്ചിട്ടുണ്ട് നവാസ്കെ. ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ തന്നെയാണ് സിനിമ. ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. പക്ക ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. കുഞ്ഞ് ജനിക്കാത്തതും വളരുന്നതൊക്കെ ഓരോരോ കാലഘട്ടത്തിൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷേ അത് മനസ്സിലാക്കി ജീവിക്കാതെ സമയമാകുമ്പോൾ കുഞ്ഞ് ജനിക്കും എന്നുള്ള മെസ്സേജ് ഉണ്ട്. നാളെ നമ്മളെ ഈ അർജുൻ്റെ പടത്തിലും ഈ മെസ്സേജ് ഉണ്ടാകും. അർജുന അശോകൻ്റെ ഇത് സോഷ്യലി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ പലർക്കും മറ്റേ ഇത് കളിയാക്കേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നം ആർക്കും ഉണ്ടാകും. ഈ വൈദ്യ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല ആരോഗ്യപരമായിട്ട്. അപ്പോൾ അത് കൈവില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതൊക്കെ തെറ്റാണ്. അപ്പോൾ മക്കളില്ലെങ്കിലും ജീവിച്ചു കാണിക്കുക എന്നുള്ളതാണ് നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ്. നല്ല സിനിമയല്ലേ? നവാസ്കയുടെ അഭിനയം കൊണ്ട് നവാസ്കയുടെ അഭിനയം കൊണ്ട് കരഞ്ഞു പോയി പെരേര സിനിമ കണ്ടപ്പോൾ. കാരണം അതുപോലെ ഇപ്പോഴത്തെ ഒരു കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കുറേ സംഭവങ്ങൾ പുറത്തിണക്കി കലാഭവൻ നവാസ്ക, അതുപോലെ രഹന ചേച്ചി, പിന്നെ അജീഷ് കോട്ടെ മിമിക്രി കല, അദ്ദേഹത്തെ ഗംഭീരമായിട്ട് അഭിനയിച്ചത്. നിയാസ് സാറിൻ്റെ ഗംഭീര ഡയറക്ഷൻ, പുതിയ ഡയറക്ടറാണ്. അടിപൊളി ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്യാമറ വർക്കാണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം ഗംഭീരം, അടിപൊളിയായിട്ട് ചെയ്തത്. സിനിമ ഒരു സന്ദേശം തന്നെയാണ്. വീട്ടിൽ വേണ്ടത് പൈസയല്ല, സമാധാനമാണ് വേണ്ടത്. പൈസയൊന്നും അല്ല ആൾക്കാർ, പൈസയല്ല വേണ്ട, സമാധാനമാണ് വേണ്ടത്. ഒരു വീട്ടിൽ പൈസ പറയേണ്ടത് അത് ക്യാഷല്ല, മൂല്യം സമാധാനവും അന്തരീക്ഷവും കുടുംബത്തിലുള്ള ഒരു നല്ലൊരു ഉണർവാണ് വേണ്ടതെന്ന് പറയാം. കരഞ്ഞു പോകുന്നതിൽ ഫീൽ ചെയ്യും പടം അല്ലേ? ഒരു ഫാമിലി കണ്ണു നിറഞ്ഞു വന്നൊരു ഇതാണ്. എങ്ങനെയുണ്ട് കൃഷ്ണൻ? കണ്ണു നിറഞ്ഞു ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്കുള്ള മുമ്പിൽ അവതരിപ്പിച്ചൊരു പടമാണ്. അന്ധവിശ്വാസങ്ങളോട് പോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളും അന്ധവിശ്വാസം ഇല്ലാതെ ജീവിക്കുമ്പോഴുള്ള ഗുണങ്ങളും എല്ലാം ആ സിനിമ മനസ്സറിഞ്ഞ് പറയാം. ഈ പടം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഫാമിലി സിനിമയാണ്. പിന്നെ ആദ്യമായിട്ട് നിയാസ് ഒരു സംവിധായകൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നത് പ്രത്യേകത. ഡയറക്ടർ സാറി നിയാസ് അല്ല, ഡയറക്ടർ പേര് നിയാസാണ്. നിയാസാണ് ആദ്യ സംരംഭമാണെങ്കിലും ഗംഭീരമായിട്ട് നല്ല സിനിമയാണ്. അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഇമോഷണൽ ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. എന്തായാലും നമ്മളെ ഇതിൽ നമ്മൾ കഥാപാത്രം കാണുമ്പോൾ നമുക്കും കുടുംബത്തിനുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊള്ളാമെന്നൊക്കെ തോന്നുമ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു കഥയാണ് ഈ എന്നാണ് സിനിമ സൂചിപ്പിക്കുന്നത്. ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് സിനിമ. എന്തായാലും ഒന്നും ജസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന, എന്നാലും കണ്ണ് അലയിപ്പിക്കുന്ന തരത്തിൽ നവാഫയുടെ പെർഫോമൻസ്. കാരണം ഒരുപാട് സിനിമകളിൽ ചെറുതും വലുതായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ച അതുല്യ കലാകാരനാണ് നവാഫ്. കാരണം പണ്ട് ഒരു നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ടി വിയിൽ വരുമ്പോൾ ഒരുപാട് സിനിമകൾ നവാഫിടെ കണ്ടിരുന്നു. കാരണം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഒരുപാട് കഥാപാത്രമാണ്. അതിന്റെ കൂട്ടുകാരുടെ പേര് അജീഷ് കോട്ടയത്തിന്റെ കാര്യം പറഞ്ഞാൽ അജീഷ് ചേട്ടൻ നല്ല വേഷം. നവാസ്കയുടെ കൂട്ടുകാരനായിട്ട് ചെയ്ത് അജീഷ് ചേട്ടൻ മദ്യമാരിയായിട്ട് അഭിനയിച്ച് ഗംഭീര പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്ന ആളിപ്പോൾ നല്ലൊരു ക്യാരക്ടർ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അജീഷ് ചേട്ടനും ഗംഭീര ചെയ്യും. സിനിമ എല്ലാവരും എടുത്തു ഗംഭീരമായി പോയാണ്. എന്തായാലും നല്ല റെസ്പോൺസ് ആണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. വിഷ്ണു ഗംഭീരല്ലേ പടം? മരണ വീട്ടിൽ നിൽക്കണവരെ നിൽക്കല്ലോ, ഉഷാറായിട്ട് നിൽക്കും. ഗംഭീരം ഇഷ്ടപ്പെട്ടില്ലേ? ഹീര പടം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കൊണ്ടുപോവാണ് ഞങ്ങളെ മുത്തനെ. കണ്ടപ്പോഴേക്ക് എന്താമേലൊക്കെ അഭിജിച്ചതിനൊക്കെ തോന്നുന്നു. സിനിമയിലേക്ക് ഉണ്ടാവോ?
കുറെ നാളുകൾക്ക് ശേഷം ചേച്ചിനെ കാണണം. കാരണം ഞങ്ങളൊക്കെ 90s ആണ്. ആ സമയം കൊണ്ട് ചേച്ചിനെ കാണുന്നത് പഴയ പടം പോലെ പോണില്ല. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ചേച്ചിനെ ഇപ്പൊ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി ചേച്ചിനെ ഇതിന് കാണാൻ പറ്റുമോ? ഉണ്ടാവും. ഒരു സംശയമില്ല, കണ്ണാടിക്കടവത്തല്ലേ നിങ്ങൾ ജോഡിയായിട്ട് ചെയ്തത്? കണ്ണാടിക്കടവത്ത് പണ്ടത്തെ പടം നീലാകാശം അറിയാം, ജോഡിയായിട്ട് അഭിനയിച്ചില്ല. മുരളിച്ചേർന്നുണ്ടായിരുന്ന പടം. അത് നല്ലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ റീലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതിന് ശേഷമല്ലേ എന്തായാലും ഗംഭീരം. നിയാസ് എന്ന ഡയറക്ടർ വേറെ ലെവലാണോ? ഇപ്പൊ ഡയറക്ഷൻ 2025 ഇപ്പൊ ന്യൂ ജനറേഷൻ ടൈമായിട്ടും ഇങ്ങനെ മതപരമായിട്ട് ഭയങ്കര അല്ലേ? അത് ഇപ്പൊ ഈ പടത്തിന്റെ ഉൾക്കൊള്ളിച്ച് കാണിച്ചിട്ടുണ്ട്. ഉമ്മയായിട്ട് അഭിനയിച്ച ആളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മയായിട്ട് അഭിനയിച്ചത് മറ്റേ ഇക്കട ഉമ്മയായിട്ട് അഭിനയിച്ചത് ആർട്ടിസ്റ്റ് പേര് എന്റെ പേര് നല്ല ആർട്ടിസ്റ്റാണ്. പിന്നെ ചോദിക്കാനുള്ളത് ഈ കുഞ്ഞുങ്ങളുള്ള ജനിക്കാത്ത ആൾക്കാരോട് എന്താ പറയുക? കുഞ്ഞുങ്ങളുള്ള അതിനുള്ള ഡോക്ടറാണത്. സമയനല്ല അല്ല, ഇതിൽ പറയുന്ന സംഭവം ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ജനിക്കാത്തപ്പോ മറ്റേ അമ്മയമ്മ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവം. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരായിരിക്കാം. കാര്യം എന്താ വെച്ചാൽ നമ്മള് മക്കളുള്ളവർക്ക് കുട്ടികളുണ്ട്, പക്ഷെ ഏറ്റവും അടുത്ത് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കുട്ടികളില്ലാത്തവരായിരിക്കും. അപ്പൊ അവർക്ക് അത്രയും ദൈവത്തിന്റെ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് ജയിച്ചു പോകും. ഞാനതാ അപ്പൊ അവർക്ക് ഈശ്വരന്റെ സപ്പോർട്ട് കൂടുതലായി. ഞാനതാ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ, ഞാനൊരു മുസൽമാനാണ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മക്കളില്ലാത്തവരെ ഇപ്പൊ നമ്മൾ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, മച്ചി എന്നൊരു വാക്ക് ഉദ്ദേശിച്ചു. അതൊക്കെ ഭയങ്കര മോശം തന്നെ അല്ലെ? അതിപ്പോ ഈ സിനിമയിൽ നമുക്ക് എടുത്തു കാണിച്ചു. അതെ, ഫാമിലി മൂവി തന്നെയാണ്. ഇനി തുടർച്ചയായിട്ട് അഭിനയം ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല. ഇത് നിങ്ങൾ കണ്ടല്ലോ, മൂവി കണ്ടില്ലേ? അപ്പോൾ കണ്ടന്റ് നല്ലതാണ്. പിന്നെ നമുക്കത് വായിച്ചപ്പോൾ അത്രയും നല്ലതായിട്ട് തോന്നിയോണ്ട് ചെയ്തെന്നുള്ളൂ. അപ്പം ഇനി അത്രയും നല്ല കണ്ടന്റ് വരിക അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് പെർഫോം ചെയ്യാൻ പോയത്. എനിക്ക് അവരൊരു വീക്ക്നെസ് ആണ്, അവരെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അപ്പം അവരെ വെച്ചുകൊണ്ട് അതിന് അത്രയും നല്ല സബ്ജക്റ്റ് വന്നുകൊണ്ടാണ് ഞാനത് എടുത്തത് തന്നെ. അല്ലെങ്കിൽ ഞാനത് ചെയ്യുക പോലും ഇല്ല. അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല, ആരുടെ ചാൻസ് ചോദിക്കാറില്ല എന്നാണ് ഇന്റർവ്യൂ പറഞ്ഞു കേട്ടാണ്. എന്താണ് ഈ സിനിമയിൽ നായകനൊക്കെ? അങ്ങനെയൊന്നുമില്ല. ഫീൽഡിൽ എവിടെയാണേലും നിൽക്കുന്നത്. നാളെ സ്റ്റേജിലാണേലും സിംഗറായിട്ടാണേലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ നിന്ന് നമുക്ക് ജീവിച്ചു പോവാം, അത്രേ ഉള്ളൂ. അതാണ് സ്റ്റേജ് പ്രോഗ്രാമാണ് കൂടുതൽ പുള്ളി അഭിനയിക്കാനാണോ നവാസ്കക്ക് ഇഷ്ടം? എന്താ നവാസ്കക്ക് ഇഷ്ടം സ്റ്റേജ് പ്രോഗ്രാമാണോ അതോ അഭിനയിക്കാനാണോ? നവാസ്കാർക്ക് എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപോലെയാണ് എൻജോയ് ചെയ്യുന്നത്. നവാസ്കാർക്ക് ഇത് ചോദിച്ചാലും ഇത് തന്നെ പറയും. ഒരു നിമിഷം ഓർക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ വാത്സല്യം, വിഷ്ണാചാര്യ, ഒരുപാട് സിനിമകള് ഇതിന്റെ ആ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതെ അതെ. ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പം നന്ദി. നല്ല സിനിമ, എല്ലാവരും വന്ന് കാണുക. നല്ല സിനിമ, നല്ല ഡയറക്ഷൻ. കലാപ നമസ്കാര കാലത്ത് തിരിച്ചു വരട്ടെ. കൈ കൊടുക്കില്ല. സാധാരണ ഞങ്ങൾ നല്ല മൂവിയാണ്. ഞാൻ പറയുകയും ചെയ്തത് ശരിക്കും കണ്ണു നടന്നു പോയ ഫീലിങ്സ്. നേരത്തെ ഒരുപാട് പടത്തിൽ ഞങ്ങൾ